കഴിഞ്ഞ വർഷത്തെ പോലെ ഈ വർഷവും ചേന്തി റെസിഡൻസ് അസോസിയേഷൻ ഇഫ്താർ വിരുന്ന് പൂർവാധികം ഭംഗിയായി സംഘടിപ്പിച്ചു. തിരുവനന്തപുരം നഗരത്തിൽ മതസൗഹൃദത്തിന്റെയും സാമൂഹിക ഐക്യത്തിന്റെയും മനോഹരമായ ഒരു സന്ദേശമായി മാറി ചേന്തി റെസിഡൻസ് അസോസിയേഷൻ സംഘടിപ്പിച്ച ഇഫ്താർ വിരുന്ന്. പ്രദേശത്തെ വിവിധ മതവിഭാഗങ്ങളിലുള്ള കുടുംബങ്ങൾ ഒരുമിച്ച് പങ്കെടുത്ത ഈ സംഗമം സൗഹൃദത്തിന്റെയും സഹോദരഭാവത്തിന്റെയും ഒരു ഉത്സവമായി മാറി. റമദാൻ മാസത്തിന്റെ ആത്മീയതയും മാനവികതയുടെ സന്ദേശവും ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചത്. ചേന്തി റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ചേന്തി അനിൽകുമാറിന്റെ നേതൃത്വത്തിലാണ് പരിപാടിയുടെ മുഴുവൻ ക്രമീകരണങ്ങളും നടന്നത്. സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ രംഗങ്ങളിലെ നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തത് പരിപാടിക്ക് കൂടുതൽ പ്രാധാന്യം നൽകി. അതിഥികളെ അസോസിയേഷൻ ഭാരവാഹികളും അസോസിയേഷൻ സെക്രട്ടറി സുരേന്ദ്രൻ നായരും ചേർന്ന് സ്നേഹപൂർവ്വം സ്വീകരിച്ചു. പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ച പ്രമുഖരിൽ മുൻ MLA ശരത്ചന്ദ്ര പ്രസാദ്, മുൻ MP പീതാംബരക്കുറുപ്പ്, ഇടവക്കോട് വാർഡ് കൗൺസിലർ സ്വാതി S. കുമാർ, ഉള്ളൂർ വാർഡ് കൗൺസിലർ ലിജു S., കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിയായിരുന്ന V. മുരളീധരൻ എന്നിവർ ചേന്തി റെസിഡൻസ് അസോസിയേഷൻ സംഘടിപ്പിച്ച ഇഫ്താർ വിരുന്നിനെ അഭിനന്ദിക്കുകയും സമൂഹത്തിൽ മതസൗഹൃദവും പരസ്പര ബഹുമാനവും വളർത്താൻ ഇത്തരം കൂട്ടായ്മകൾക്ക് വലിയ പങ്കുണ്ടെന്ന് അഭിപ്രായപ്പെടുകയും ചെയ്തു. റമദാൻ മാസം ആത്മനിയന്ത്രണത്തിന്റെയും ആത്മപരിശോധനയുടെയും കാലമാണെന്നും മനുഷ്യസ്നേഹവും സഹിഷ്ണുതയും സമൂഹത്തിൽ വളർത്തുന്ന പുണ്യമാസമാണെന്നും അവർ പറഞ്ഞു. ഈ ആത്മീയ സന്ദേശം സമൂഹത്തിലുടനീളം പകരാൻ ഇഫ്താർ സംഗമങ്ങൾ സഹായിക്കുന്നുവെന്നും അവർ കൂട്ടിച്ചേർത്തു. പരിപാടിക്കിടെ അസോസിയേഷൻ കുടുംബാംഗങ്ങൾ തമ്മിൽ സൗഹൃദ സംഭാഷണങ്ങളും ആശയവിനിമയങ്ങളും നടന്നു. ഒരേ കുടുംബം പോലെ എല്ലാവരും ഒരുമിച്ചു കൂടിയ ഈ സംഗമം പങ്കെടുത്തവർക്ക് ഏറെ സന്തോഷകരമായ അനുഭവമായി. ഇഫ്താർ വിരുന്നിനായി വൈവിധ്യമാർന്ന ഭക്ഷണ വിഭവങ്ങളും ഒരുക്കിയിരുന്നു ചേന്തി റെസിഡൻസ് അസോസിയേഷൻ. റമദാൻ നോമ്പ് തുറക്കുന്നതിനുള്ള പരമ്പരാഗത വിഭവങ്ങൾ, പഴവർഗ്ഗങ്ങൾ, ജ്യൂസുകൾ, പലഹാരങ്ങൾ എന്നിവ ഉൾപ്പെടെ നിരവധി വിഭവങ്ങളാണ് വിരുന്നിലൊരുക്കിയത്. സമൂഹത്തിൽ സൗഹൃദവും സഹവർത്തിത്വവും വളർത്തുന്ന ഇത്തരം പരിപാടികൾ തുടർന്നും സംഘടിപ്പിക്കുമെന്ന് ചേന്തി റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു. പ്രദേശവാസികളുടെ സഹകരണമാണ് പരിപാടി വിജയകരമാക്കാൻ സഹായിച്ചതെന്നും അവർ വ്യക്തമാക്കി. സ്നേഹവും സൗഹൃദവും പങ്കുവെച്ച ഈ സംഗമം സമൂഹത്തിൽ ഐക്യത്തിന്റെ ശക്തമായ സന്ദേശം പകർന്നുകൊണ്ടാണ് സമാപിച്ചത്.